ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്ത് ചലഞ്ചുമായിട്ടാണ്? ബ്ലൈൻഡ് മേക്കപ്പ് ടെസ്റ്റ്. ബ്ലൈൻഡ് മേക്കപ്പ് ചലഞ്ചുമായിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ചേട്ടന്റെ കൂടെയാണ്. അപ്പൊ ഈ ചലഞ്ച് എങ്ങനെയാന്ന് വെച്ചാ എങ്ങനെയാ, കണ്ണ് കെട്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണം. അപ്പൊ ആരാണ് നല്ല വൃത്തിയിൽ ചെയ്യുന്നത് അവരായിരിക്കും വിന്നർ ആവുക. അപ്പൊ ഇതില് തോക്കണ ആൾക്കൊരു പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് എന്താ? അപ്പൊ തോക്കണ ആള് നാരങ്ങ കഴിക്കുക, അതും വിത്തൗട്ട് എനി എക്സ്പ്രഷൻ, ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് നാരങ്ങ കഴിക്കുക. അപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് പോവാം. അപ്പൊ ആദ്യം ആരാ തുടങ്ങണേ? ഞാൻ മേക്കപ്പ് ചെയ്യാം, ഞാൻ എക്സ്പെർട്ട് ആണല്ലോ. അപ്പൊ ഫസ്റ്റ് മേക്കപ്പ് ചെയ്താ തുടങ്ങട്ടെ? അല്ല, നീ എന്തിനാ എടുത്തായിരുന്നു? എല്ലാം ഞാൻ എടുക്കും. ആദ്യം പൗഡർ ലാസ്റ്റ് ഇട. ഇതിന്റെ ഓട്ട വീണ ഇല്ലല്ലേ? വീണല്ലേ? വീട്ടിൽ ജയിക്കൂലേ? നീ ഇങ്ങോട്ട് വാരം എവിടെ? കിട്ടിപ്പോയി. ഈശ്വര, വൃത്തിയാണ്. പറഞ്ഞു പറയാൻ പാടില്ല, ഞാൻ ജയിക്കില്ലേ? അല്ലേ, ഞാൻ ജയിക്കും. മുടുക്കനെ അടുത്തത് കേട്ടാ. ഉണ്ട് ഇതെന്താ? ഇതെന്താ? കണ്ണിന്റെ മുകളിൽ ഇതല്ല നിന്റെ പൂരിക്കോ? ഇത് കൺമഷിയാ? ഒന്ന് നിന്നെ മുടുക്കനാക്കൂടാ. കോൺസെൻട്രേഷൻ കളയല്ലേ പ്ലീസ്. ഞാനിതൊന്ന് എഴുതി തീർത്തോട്ടെ. ഓ, ഞാൻ അതുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. ഇതാണ് പറഞ്ഞ ഈ സ്ത്രീകളായിട്ടുള്ള കച്ചവടത്തിന് ഇതാണ് ഐഷാഡർ. ഇത് എന്തിനാ ഉപയോഗിക്കാന്ന് പറഞ്ഞുതരാനും കൂടി. ഓക്കെ, ഇതെന്താ? ദൈവമേ, ഇതിന്റെ മെക്കാനിസം ഒന്നും എനിക്കറിയില്ല. ഇത് യൂസ് ചെയ്യുന്ന ടൂൾ എവിടെ? ഓ, ദാരിദ്ര്യം. കണ്ണുമ്മടാളതാ? കണ്ണിന്റെ മുകളിൽ കുഴപ്പമില്ല. കണ്ണിന്റെ മുകളിൽ ഞാൻ ഇട്ടോളാം. അതൊക്കെ എനിക്കറിയാം. ഞാൻ ഇതൊക്കെ കണ്ടിട്ട് നാരങ്ങ തിന്നേണ്ടി വരും. അത് കൊറേ കണ്ട. ഇതൊക്കെ കുറത്ത് നല്ല നിങ്ങള് കുഴിയായില്ലോ. ഇത് യൂസ് ചെയ്യാതെ തന്നെ എനിക്ക് ഈ ടൂളൊന്നും അറിയില്ല കേട്ടോ. എങ്ങാനും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കില്ലാടി തന്നെ. ഓക്കെ, നോട്ടെ. ഇതല്ല കൺമഷി? കൺമഷി തന്നെ. ഇത് ഞാൻ കണ്ണ് തന്നെ സുരക്ഷിതമായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കും എന്ത് രക്ഷിതമായിട്ട് തരുന്നതാണ്. പിന്നെ എന്താ ഇനി എന്താ ടൂൾസ് ഉള്ള? ഇതെന്തിനാ യൂസ് ചെയ്യാ? ലിപ്സ്റ്റിക് ഞാൻ ഫസ്റ്റ് ഇടാറ്. ഇതല്ല ലിപ്സ്റ്റിക്? ഓക്കെ, എവിടെ നിന്റെ ലിപ്പ്? എവിടെയാടാ? മതി, കുറച്ചിട്ടാ മതി. ലിപ്സ്റ്റിക് അധികം നല്ലതല്ല. കണ്ണ് എഴുതണല്ലേ? ഓക്കെ, കണ്ണ് എഴുതാം. ഇതിന് മെക്കാനിക്സ് അറിയുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? നിന്റെ കണ്ണോട് എന്താണോ? ഇതെന്തിനാ? ഓ, പിന്നെ ഞാനിത് ഇതിനിടയിൽ ക്യാമറ വെച്ചിട്ട് കണ്ണെഴുതുന്ന പോലെ ഇതിന്റെ അവിടെ കണ്ണൊക്കെ കയറും. കറക്റ്റല്ലേ? ഇതിന് പ്രതികാരം ഞാൻ വീട്ടും പേടിക്കണ്ട. ഞാനാ കണ്ണ് കാണാനില്ല. നീ നാരങ്ങ തിന്നണമെന്ന് വെച്ചിട്ട് എന്നെ കണ്ട്
തക്കുട ഞാൻ വൃത്തിയിൽ ചെയ്ത് നീ നേരം സോറി നേരങ്ങ തിന്നാൻ വേണ്ടിട്ട് എന്നെ ഉപദ്രവിക്കരുതിട്ടാ. ഇനി എന്താ ഇനി എന്തേലും ടൂള് ബാക്കിണ്ടാ? ഐബ്രോ എന്തേലും ഉപയോഗിക്കാനറിയോ? ബ്രഷ് പോലെ ഉണ്ടല്ലോ. ഇതെന്താ? എന്തിനത്? ഇതിപ്പോ പെൻസിലാണല്ലേ? പിരിക. ഓക്കെ ഓക്കെ. ഓ ഐബ്രോ അല്ലേ? ഇതിങ്ങനെ വരച്ചിട്ട് അവസാനം ബ്രഷ് കൊണ്ട് തട്ടിക്കളയാനല്ലേ? ഓക്കെ. ഒരുപാടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. നിക്കട്ടെ. യെസ് കഴിഞ്ഞില്ലേ? ഗുഡ് അല്ലേ? മാർക്കില്ലേ? ബ്ലഷ് എന്താ? നേരത്തെ ഇട്ടതാണില്ലേ അത്, ഇതാണ് ശരിക്കും. ഓക്കെ ഓക്കെ കവളതല്ലേ? എങ്ങനെ കവളടാ? മസ്കാരയാ അതെവിടെ? പക്ഷെ കണ്ണിൽ കുത്തരുത് തക്കുട. ഇതൊക്കെ കണ്ണിലിടുന്ന മാത്രമേ ഉള്ളല്ലോ, വേറെ ഒന്നുമില്ല. മുഖത്തിരുന്നത് എത്ര നേരം ഇട്ടത് ഫുള്ള്? ഇത് എന്തൊരു സംഭവം? മസ്കാര. മസ്കാര ഇത് എന്താ, എന്തിനു യൂസ് ചെയ്യാ? കണ്ണുമ്മടന്ന്. ഓ അറിയില്ലെങ്കിൽ പൊട്ടുന്ന മസ്കാര. ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി ഇത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. പൊട്ട് ഇവൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടാ, എനിക്ക് വേണ്ടേ. നിന്റെ മുഖം എവിടെ? ഇതാണ് പൂരികം അല്ലേ? ഇവിടുന്ന് 1 സെന്റിമീറ്റർ മാറി ഏകദേശം 1.5 സെന്റിമീറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തെറ്റി. യെസ് ദിസ് ഈസ് യുവർ പൊട്ടിന്റെ അളവ്. കറക്റ്റല്ലേ? നിന്റെ നമസ്കാരം എവിടെ ഇടുക? കണ്ണിന്റെ മുകളിൽ. നല്ല വൃത്തിയുണ്ട്. ഇത് രണ്ടും ഉള്ള പിരികല്ലേ? ഇവിടെ നിന്നാണ് ഉള്ള പിരികം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ അളവ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 5 കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഞാൻ വരട്ടത് കഴിഞ്ഞ ആദ്യം ഇങ്ങോട്ട് നോക്കിട്ട് വിളിക്കട്ടെ, എന്നിട്ട് കണ്ടു. എനിക്ക് ആദ്യം തന്നെ കണ്ണൊന്ന് പതുക്കെ തുറക്കട്ടെ വേണ്ടി. അടിപൊളിയായിട്ട് ചെയ്തില്ലേ? ഇത് കൊള്ളാം, ഇത് മതി ഇത് കിടക്കും. സോ അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ ഇനി എന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് സമ്മാനം എനിക്ക് തന്നെ. നോക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. കണ്ട ഇതുപോലെ കണ്ണ് കെട്ടിട്ട് എനിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ നിനക്ക് ഞാൻ കാണിച്ചരാടാ, 1-2 കാണിച്ചരാ. അപ്പൊ അടുത്തതായിട്ട് ഞാനാണ് മേക്കപ്പ് ചെയ്യാൻ പോണ്. പക്ഷെ കണ്ണ് കെട്ടിയപ്പോ ഒന്നും കാണാൻ കേട്ടോ. പിന്നെ കണ്ണ് കെട്ടിയ നിനക്ക് കാണിച്ചരാളല്ല മതി. ഇതന്നെ എന്റെ അവസ്ഥ. ഓ പിന്നെ എനിക്ക് പിന്നെ പ്ലാറ്റ്ഫോം ആയിരുന്നല്ലോ. ഇതിപ്പോ ഞാൻ ജയിച്ച്. ഞാൻ നമുക്ക് ഐബ്രോ എഴുതാം. ഐബ്രോ എഴുതാം പറഞ്ഞു ഞാൻ പ്രൊഫഷണലാണ്. ഇവിടെ പ്രൊഫഷണൽ ആട്ടാ ഞാൻ. ഇവിടെ ഏതാണ്ട് ഈ ഭാഗമായിട്ട് വരും. അത് ഒരു ടൂളാണ്, നമുക്കൊന്നും അറിയില്ല. അതിനൊക്കെ വലിയ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. കളർ നോക്കിട്ട് ഇട്ടാ പച്ചന്നടല്ലേ? ഞാൻ കറക്റ്റായിട്ട് ഇരുന്ന് കൊടുക്കണില്ലേ ഇവൾക്ക്? ഇവിടെ നീ ഇടയ്ക്ക് ഇങ്ങനെ ലേശ ഇളകണ്ടായിരുന്നു. നീ എന്താ ചെയ്യുന്നത്? ശ്രദ്ധിച്ച്
നാരങ്ങ നീ തന്നെയാണ് തിന്നേണ്ടതെന്ന് വിചാരിച്ചെഴുത. കണ്ണടച്ച എഴുതാൻ പറ്റുന്നില്ല. കണ്ണ് ഏതാന്ന് മനസ്സിലാവുന്നുണ്ട്. എവിടെ ഇതാണ് കണ്ണ്. കണ്ണെന്താ തക്കടെ തുറക്കാത്ത? ഞാൻ കണ്ണ് തുറന്ന് കണ്ണ് തുറക്കല്ല, കണ്ണെന്താ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അടിപൊളി. ഓ അപ്പുറത്തെ അമ്മ എന്നെ കണ്ണു പോയിട്ടാ. തക്കടെ എഴുതിണ്ടായിരുന്നില്ല, മര്യാദ അതുകൊണ്ടാ. ഓ പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ ഒലിക്കുന്നുണ്ട്. നീ ഒന്ന് ഒന്നും കൂടി മാച്ച് ചെയ്താ ഇത് എഴുതിയത് കറക്റ്റാണല്ലേ? എന്തോ ഒലിക്കുന്നുണ്ട്. കറക്റ്റാ. ഒന്നെടു. അതൊക്കെ വേണം. ഇവിടെ കണ്ണ് തക്കടെ കണ്ണെന്താന്ന് പിടിച്ച കണ്ണ് കാണാറ്റിയ. കണ്ണിന്റെ അടിയിലിടുക. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. കണ്ണിന്റെ അടിയിലാണോ ഇടുക നിങ്ങൾ മസ്കാര? ബ്ലഷ് ഞാൻ എന്തായാലും റെഡിയാക്കി തരാം. എന്തായാലും കൊള്ളായില്ലേ? കൊടു കൊടു. ലിപ്സ്റ്റിക് വേണം. ലിപ്സ്റ്റിക് വേണം. കൺമഷി എഴുതിയതൊന്നും ചെണ്ട് കാണിക്കിട്ട് താടിയാണോ ലിപ്സ്റ്റിക് എഴുതുന്നത് നീ? ഞാൻ പ്രൊഫഷണലാന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ട് ഞാൻ കറക്റ്റായിട്ട് കുത്തും. കഴിഞ്ഞ ഓ എന്റെ ഡേ കൂടെ വേണം. അത് വേണ്ട വേണ്ടല്ലേ? ഓ അല്ലെങ്കിൽ കണ്ണെന്ന് ഒരുപാട് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതിന്റെ കൂടെ ഒരു കുറവുണ്ടോ? തക്രേട്ടനൊന്ന് ഫുള്ളായിട്ട് എടുത്താണ് വീഡിയോ. കണ്ണേ തുറക്കാൻ പറ്റുന്നില്ല. നല്ല വൃത്തിയുണ്ടെന്ന് നോക്ക് പറയണൊക്കെ. ഞാൻ ഫുള്ളായിട്ടൊന്ന് വീഡിയോ എടുത്ത് തരാം. ഞാൻ എന്റെ വൃത്തി തക്രേട്ടന്റെ വൃത്തി പൊട്ട് ആരാ വിജയിച്ചത് പറഞ്ഞ? ആരാണ് ഞങ്ങൾ ആരാ ജയിച്ചത്? ഇന്നത്തെ ചലഞ്ച് ജയിച്ചിരിക്കുന്നത് നമ്മളൊരു ഹാഫ് നാരങ്ങയാണ് ഇവൾക്ക് കൊടുക്കുന്നത്. സത്യം പറഞ്ഞ ഇതിലൊരു കൺമഷി പറ്റി കൊടുക്കണം ഇവൾക്ക് കഴിക്കാനായിട്ട്. കാരണം ഇവള് അത്രയ്ക്കും കോളാക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് കാണുന്ന എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ നാരങ്ങ ഇവള് എക്സ്പ്രഷൻ വിത്തൗട്ട് എക്സ്പ്രഷൻ. കടിക്കരു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഇവിടെ കഴിയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.